അന്യഗ്രഹ ജീവിയെ ചെയ്യാൻ എന്തോ പാടാ. ആവശ്യമില്ലാത്ത ഓരോ കണ്ടന്റും എടുക്കും. അതങ്ങനെ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് കണ്ടിട്ട് ഗണിച്ചിട്ട് അതിനെതിരെ പരാതിയും കുറ്റം പറിച്ചിടും. ചന്ദ്രനെങ്കിൽ ചന്ദ്രനിൽ നിന്നൊന്ന് കളിച്ചു നോക്കാം. ആടാ ഭൂമിയിൽ നിന്ന് റോക്കറ്റ് വരുന്നു, ഒളിഞ്ഞിരിക്കാം. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ചന്ദ്രനിൽ കാലുകുത്തി. ആരാണ് എന്റെ പറമ്പിൽ കാലുകുത്തിയത്? ഞാനാ. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ നീലാണ്ട സ്ട്രോങ്. സ്ട്രോങ് ആണെന്ന് നീലാണ്ടൻ തന്നെ പറഞ്ഞാൽ മതിയോ? അല്ല, നിങ്ങൾ ആരായത്? ഞാൻ അളിയൻ. ഞാൻ കണ്ടായിരുന്നു വരുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിന്ന് അളിയുന്നത്. അളിയല്ല, ഞാനാണ് ഏലിയൻ. എന്താ വെച്ചാ ഞാനാണ് ഈ ചന്ദ്രനിലെ ജീവി. കള്ളം പറയരുത്. ചന്ദ്രനിലെ ജീവി മുയലാ. ആരാ മൊയലാന്ന്? പണ്ട് കൊച്ചുനാളെ അമ്മൂമ്മ എനിക്ക് ചോറ് വാരി തരുമ്പോ പറയുമായിരുന്നു, ഡോടെ മോനെ ചന്ദ്രനിൽ മുയലിരിക്കുന്നത്. അത് നിന്റെ അണ്ണാക്കിലോട്ട് ചോറ് കുത്തിക്കറ്റാൻ വേണ്ടി കള്ളക്കഥ പറഞ്ഞ അമ്മൂമ്മ. അയ്യോ, ഈ തലമുടി എന്താ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നേ? ഇവിടെ ഗുരുത്താകർഷണ ബലമില്ലല്ലോ, എന്തും പൊങ്ങിയേ നിൽക്കൂ. അതുകൊണ്ട് ഞാൻ ലുങ്കി പോലും എടുക്കാറില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇതുപോലെ തലമുടിയെ കോപ്പറയും കാണിച്ച് കിടക്കുന്ന പിള്ളേര്. അല്ല, താങ്കൾ എവിടുന്നാ വരുന്നേ? തുമ്പേന്ന്. എന്നിട്ട് തുമ്പേന്ന്? അല്ല, തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ റോക്കറ്റ് കയറിയ വായുമണ്ഡലം കടന്നൊക്കെ വരുവാ. അയ്യോ, അത് പറയപ്പോ വായുവില്ല. നീ ഇങ്ങനെ ഇവിടെ നിന്ന് കുണുകുണാൻ സംസാരിക്കുന്നത്? എടാ, ഞാനൊരു മലയാളിയാ, എനിക്ക് വായുവിന് ഒട്ടും പഞ്ഞമില്ല, അറിയാമോ? ഇത് ഏമ്പൊക്കെ വല്യോ വേറെ സാധനോട്ട് പുറയിലിന്. അയ്യോ, അതെനിക്ക് കേക്കണ്ടേ. ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ? ഓക്സിജൻ സിലിണ്ടർ? അവര് താൻ എന്തിനാ ഇവിടെ വന്നെന്താ? വെള്ളമുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ടോ? എങ്ങനെ മനസ്സിലായി? വായിന്ന് കുമുമാന്ന് അടിക്കുന്നു. ഇന്നലത്തെയാ? അത് എവിടെ അടിച്ച്? മരുന്ന് വഴിക്ക് നെപ്റ്റ്യൂണിൽ കയറി ഒരു അര വാങ്ങിച്ചു. നെപ്റ്റ്യൂൺ ഗ്രഹത്തിലും വിപരീത തുടങ്ങിയോ? ഗ്രഹത്തിലല്ല, പാലാരിവട്ടത്തുള്ള നെപ്റ്റ്യൂൺ ബാറി കയറി വാങ്ങിച്ചത്. റോക്കറ്റ് ഇരുന്ന് വെളുക്കുന്നിടം വരെ അടിയായിരുന്നു. ദൈവമേ, എന്തോ വിടിയിലാ വിട്ടെന്നറിയോ? ഏതൊക്കെ മേഘത്തെ ഇടിച്ചിട്ടുണ്ടെന്ന് നാളെ അറിയാം. ബാക്കി ഇരിപ്പട്ടോ. എടാ, കള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടോന്നല്ല ചോദിച്ചത്, ചന്ദ്രന്റെ തലത്തിൽ വെള്ളം ഉണ്ടോന്നാ ചോദിച്ചത്. ചന്ദ്രന്റെ കാലത്തിൽ വെള്ളം ഉണ്ടോന്ന് അറിയത്തില്ല. എന്റെ വീട്ടിൽ കുടത്തിൽ ഇച്ചിരി വെള്ളമുണ്ട്, വേണോ? ഓ എടാ, അലൂമിനിയം പേപ്പറെ പൊതിഞ്ഞവനെ, ഇവിടെ കുഴിച്ചാ വെള്ളം കിട്ടുമോന്നാ ചോദിച്ചത്. വെള്ളമൊന്നും കിട്ടത്തില്ല. ഞങ്ങൾ വരെ ചൊവ്വായി പോയ വെള്ളം കൊണ്ടിരുന്നത്. അത് ഞങ്ങളെന്ന് പറഞ്ഞപ്പോ കുടുംബം കല്യാണം കഴിച്ചത്. കല്യാണമൊക്കെ കഴിച്ചാണ്. ഭാര്യയുടെ പേരാണ് കല. കല എന്നൊക്കെ ഇവിടെ പേരിടൂ. ചന്ദ്രകല എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്റെ ഭാര്യയുടെ പേരാ. അവളെ ഫ്ലൂട്ടായിരുന്ന കല്യാണം കഴിച്ചത്. ആരും എന്ത് ഒന്ന് വിളിക്ക് കാണട്ടെ. ഫ്ലൂട്ട് അപ്രത്യക്ഷമായപ്പോ അവളൊക്കെ അപ്രത്യക്ഷമായി. തേച്ചിട്ട് പോയെന്നാ ഞങ്ങളൊക്കെ ഇതിന് പറയുന്നത്. താങ്കൾ ഏത് ഗ്രഹത്തിൽ നിന്ന് കല്യാണം കഴിച്ചേ? എന്റെ വധുഗ്രഹത്തിൽ നിന്നാ കല്യാണം കഴിച്ചത്. മുടിഞ്ഞ ഉപദ്രവാന്നേ അവള്. എങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. സംശയം ഓട്ടാനെ വിളിക്കും. കണ്ടോ, അവളായിരിക്കും. എന്താടി? ഞാൻ ചന്ദ്രനില്ല, അപ്പുറത്തെ ചന്ദ്രന്റെ വീട്ടിലല്ലെന്ന്. ചന്ദ്രനിൽ അമ്പിളിയമ്മാവൻ. അമ്പിളി അമ്മാവല്ലടി, അമ്പിളിയമ്മാവല്ലേ നമ്മൾ താഴെ മേപ്പോട്ട് പോകുമ്പോൾ കാണത്തില്ലേ? അവിടെ. എടി, പിന്നെ താഴോട്ട് വരുമ്പോഴേ നിനക്കൊരു കാര്യം കൊണ്ട് തരാം. പിന്നെ നമ്മുടെ മേളത്തെ മാളികയിലിരിക്കുന്ന നാണം കുണുങ്ങിയില്ലയോ, പുള്ളിയെ ഞാനിവിടെ വെച്ച് കണ്ടു. സത്യം, ഞാൻ കാര്യമൊക്കെ പറഞ്ഞടി. എടി, സത്യമായിട്ട് വിശ്വസിക്കും. ഞാൻ കൊടുക്കാം, കാര്യം പറയുമെന്ന് അറിയത്തില്ല. സംസാരിക്കാവോ? ആരാ? പെങ്ങളാ. നിങ്ങളുടെ? നിന്റെ അങ്ങനെ കാണണേ. ഹലോ പെങ്ങളെ. ഹലോ പെങ്ങളെ, എന്തുണ്ട് വിശേഷം? എന്തുണ്ട്? ഓ, അത് ചുമ്മാ പാട്ടിലൊക്കെ ചുമ്മാ വെറുതെ പറയുന്ന. എനിക്ക് നാണമൊന്നുമില്ല, ഞാൻ നാണം കുണിക്കൊന്നുമല്ല. എന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ കാണണമെങ്കിലേ നിലാവെള്ളപ്പം മുറ്റത്തിറങ്ങിയിട്ട് തെങ്ങിന്റെ ഓലൊക്കെ ഇടയ്ക്കിടെ നോക്കിയാൽ മതി. ഞാൻ ഒളിഞ്ഞിരിക്കുന്ന കാണാം. വീഡിയോ കോൾ ചെയ്യാനോ? വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ അമാവാസിയാ, മുട്ടിഞ്ഞ് ഇരുട്ടാ. കൊടുക്കട്ടെ. നല്ല ചേച്ചിയാ കേട്ടോ. ഇനി വരുമ്പോ കൊടുക്കണേ ചേച്ചിയേക്കടെ. എന്റെ സ്വന്തം ഗ്രഹത്തിൽ അവൾ എനിക്ക് സമാധാനം തരത്തില്ല. ഈ അന്യഗ്രഹത്തിലെങ്കിലും ഞാൻ സമാധാനപ്പെട്ടിരുന്നോട്ടെ പൊന്നളിയാ. നിന്റെ കാര്യമല്ലടി. ചാച്ചൻ കിടന്നോടി. കിടന്നോ? സമയം തോയിപ്പോ അവിടെ രാത്രി 12:30 കിടന്നുറങ്ങ വേണ്ട ഫോണും വെച്ചിട്ട്. ഓ, ഭൂമിയിൽ ഇപ്പൊ രാത്രി 12:30. രാത്രി 12:30 ഭൂമിയിൽ. ഇയാൾക്കൊരു സാധനം കേൾക്കണം. എന്തുവാ? ഇതാ സാറ്റലൈറ്റ്. താഴെ രാത്രി ഇരുന്ന് ചാറ്റ് ചെയ്യുന്നതും വീഡിയോ കോൾ ചെയ്യുന്നത് നമുക്ക് ഇതിനകത്ത് കാണുക. എന്തൊക്കെ കേൾക്കും. മുന്നിന്റെ ചാറ്റിക്കാ കേട്ടോ. അയ്യോ, ഞാൻ ഇതിനകത്ത് കൂടെ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ തെറി പഠിച്ചത്. ഞാൻ ചാറ്റിങ് നിർത്തിയതോടുകൂടി ഇംഗ്ലീഷുകാരുടെ വീഡിയോ ചാറ്റിംഗ് ആണ്. ഇതിനകത്ത് കൂടെ നോക്കിയാൽ കേട്ടോ. ഓട് കേട്ടോ. കാണുന്നില്ല, ഒരു പാട മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ കർണപാടമാണ്. ഇതിനകത്ത് കൂടെ നോക്കാം. കേട്ടോ. അയ്യോ, ആ മദാമ്മയുടെ കൂടെ ചാറ്റ് ചെയ്യുന്ന ആരെന്നറിയോ? ആരാ? ഞങ്ങളുടെ ചാച്ചനാ. എന്റെ ചാച്ചനാ? 9 കിടന്നുറങ്ങാൻ കയറിയെന്നാ പറഞ്ഞു. വെളുപ്പിന് 4 മണി വരെ അവനാ സീറ്റ് ഇതിനകത്തില്ല. അവനാണ് സാറ്റലൈറ്റിന്റെ സൂപ്പർ ഹീറോ. അയ്യോ, സോഡാഗോലി. സോഡാഗോലി ബൗളൊന്നും അല്ലാതെ അത് ചൊവ്വ വരുന്നതാ. അതുകൊണ്ട് ചൊവ്വ വരുന്നുണ്ട്. അമ്മായി, അമ്മാവരൊക്കെ ഇന്ത്യ സുഖമായിട്ടിരിക്കുന്നോ? ചൊവ്വയില എന്റെ അമ്മായി അമ്മാവരൊക്കെ താമസിക്കുന്നത്. ആ വെള്ള വീടില്ലേ, പുതിയായിട്ട് വെച്ചതാ. ബുധം വരുന്നു. അടിപൊളി.
അത് ബുധൻ എന്നും പോകുമ്പോ ഞാൻ സ്മാർട്ട് അടിക്കും നോട്ട് തെറിച്ചു പോകാൻ അതിലേക്ക് പോയി ശനി വരുന്നു കുനിഞ്ഞു എന്തിനാ ശനിയുടെ വളയം വന്ന് തലക്കടിക്കും അത് ശരിയാ വെള്ളി എപ്പോഴാ വരുന്നേ നീ പാടും അന്നേരം വന്നാ മതി പോലെ 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 പിടിച്ചോ പിടിച്ചോ ഓ പിടിച്ചോ അതെന്തുവാ അത് പെഞ്ചിപ്പ് പേഞ്ചിപ്പോ പെഞ്ചിപ്പല്ല സ്പേസ് ഷിപ്പോടാനുള്ള തുപ്പല് കുറച്ചല്ലോ ബഹിരാകാശത്തിലേ അങ്ങനെ പറഞ്ഞാ മതി അല്ല എന്തോ പൊതി പോട്ടിട്ട് കൊടുത്തേ യുറാനസിൽ എന്റെ അച്ഛൻ പണിക്ക് പോയിട്ടുണ്ട് ഇവന്മാരെ പൊതി കൊടുത്തു വിട്ടു ഇവന്മാർ അവിടെ കൊടുത്തോളൂ അതിലേ പോകുമ്പോ ഡ്രൈവർക്ക് 10 രൂപ കൊടുത്താൽ മതി എന്താ തപ്പുന്നേ ഞങ്ങളേ കഴിഞ്ഞിടയ്ക്ക് ഒരു സാധനം ഇങ്ങോട്ട് കയറ്റി വിട്ടായിരുന്നേ എന്തുവായിരുന്നു ചന്ദ്രയാൻ അതെങ്ങനെ ഇരിക്കും അത് ചന്ദ്രയാൻ ഇങ്ങനെ ഷേപ്പ് 4 വീലൊക്കെ ഉണ്ട് ഉരുട്ടാനൊക്കെ ഉരുള ഒക്കെ ചെയ്യും അത് 4 വീലൊക്കെ ഉള്ള നിങ്ങൾ കയറ്റി വിട്ടാ ചന്ദ്രയാന് പഠിക്കാനായിട്ട് അയ്യോ വണ്ടിയാന്ന് വിചാരിച്ച് എന്റെ ഇളയ ചേർക്കണം അതേ കയറ് കെട്ടി വീട്ടിൽ ഇട്ട് വലിച്ചോണ്ട് നടക്കുക അപ്പോൾ അവൻ എന്തോ സന്തോഷമായിരുന്നറിയോ അതല്ല ഞങ്ങൾ ആദ്യം വിട്ട് അപ്പോളോ എന്ത് ചെയ്യുന്നു അപ്പോളൊക്കെ എപ്പോഴോ നശിപ്പിച്ചു അയ്യോ നിങ്ങളെല്ലാം നശിപ്പിച്ചില്ലയോ എല്ലാം നശിപ്പിച്ചു എടാ നിന്റെയൊക്കെ അഹങ്കാരം തീരാൻ പോവും അറിയാമോ അതെന്താ? ഇപ്പൊ ഞാൻ ഒരാളെ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ പുറകെ ഞങ്ങൾ എല്ലാരും വരും ഈ ചന്ദ്രൻ ഞങ്ങൾ ഭൂമി പോലെ ആക്കും അടിച്ചു പൊളിക്കും ഞങ്ങള് സത്യമാണോ സത്യവാ നീ കൊണ്ടൊന്ന് റോക്കറ്റ് ഉണ്ടോ എന്തിനാ എനിക്ക് സൂര്യനിലോട്ടൊന്ന് പോകാനാ ആ സൂര്യനിൽ പോയാൽ നീ കത്തിക്കറി എത്തുപോവും നിന്റെ കേട്ടക്കെട്ടും ജീവിക്കുന്നതിനെക്കാളും നല്ലേ സൂര്യനിൽ പോയി ഞാൻ കത്തിയങ്ങ് അമരുന്നില്ലടാ നല്ലത് അതാ നല്ലത്